അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രധാന ലക്ഷ്യങ്ങൾ ഒരു മിന്നൽ ആക്രമണത്തിലൂടെ സാധിച്ചെടുക്കുന്നതിന് വലിയ തടസ്സം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. വെടിനിർത്തൽ കാലാവധി ഈ രണ്ടാഴ്ചക്കിടയിൽ ശക്തമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത്. കാരണം ഈ രണ്ടാഴ്ചക്ക് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇനിയും യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത ഇറാൻ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ഫഹാനിൽ നമുക്കറിയാം, ഒരു പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്നുള്ള മിന്നൽ ആക്രമണത്തിലൂടെയാണ് അമേരിക്ക ആ കാര്യം സാധിപ്പിച്ചെടുത്തത്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് സ്ഥലത്തെത്തുമ്പോഴേക്ക് രക്ഷപ്പെടുകയായിരുന്നു അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു മിന്നൽ ആക്രമണത്തിലൂടെ ഇനി ഒന്നും നേടാൻ സാധിക്കരുത് എന്നതാണ് ഇറാന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ ഇസ്ഫഹാൻ എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ മേഖല, ഇറാന്റെ ആണവ റിയാക്ടർ നിൽക്കുന്നത് ഇവിടെയാണ് സമ്പുഷ്ടീകരിച്ച 450 കിലോഗ്രാം വരുന്ന യുറേനിയം ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, ഈ ഇസ്ഫഹാന്റെ വളരെ തൊട്ടടുത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഖൂസിസ്ഥാൻ എന്ന സ്ഥലത്ത് ഒരു പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് മിന്നൽ ആക്രമണം നടത്തിയത്. എന്നാൽ ഈ ഇസ്ഫഹാനിലുള്ള ആണവ റിയാക്ടറിന് മുന്നിൽ പ്രധാനമായും അമേരിക്കൻ സൈനികർക്ക് വെല്ലുവിളിയാകുന്ന, ഡെൽറ്റ ഫോഴ്സിന് വെല്ലുവിളിയാകുന്ന 4-5 കാര്യങ്ങളാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേത്, ഈ റിയാക്ടറിലേക്ക് കടക്കുന്ന ഭാഗങ്ങളിൽ വലിയ രൂപത്തിലുള്ള മൺകൂനകളും അതോടൊപ്പം തകർന്നടിഞ്ഞ ബിൽഡിങ്ങുകളുടെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളെല്ലാം ഇപ്പോൾ കുന്നുകണക്കിന് കൂട്ടിയിരിക്കുകയാണ്. ഇത് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ അതിനുള്ളിലേക്ക് എന്തെങ്കിലും ഒരു ദൗത്യം നിർവഹിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിയുകയുള്ളൂ. അത് നീക്കാൻ അല്പം സമയമെടുക്കും. ഇതിനിടയിൽ അവരെ ആക്രമിക്കാൻ സാധിക്കും. അതായത് പെട്ടെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് സ്ഥലത്തെത്തുമ്പോഴേക്ക് മിന്നൽ ആക്രമണം നടത്തി രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, വലിയ രൂപത്തിലുള്ള മൺകൂനകൾ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങളും എത്തിക്കുന്നു. ഇതിലൂടെ 2 കാര്യമുണ്ട്. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു, സൈനികർക്ക് ഇത് നീക്കം ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, മിസൈൽ ആക്രമണം നടത്തിയാലും അതിന്റെ എഫക്റ്റ് ഇതിലൂടെ വലിയ രീതിയിൽ കുറവാക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം സിഗ്സാഗ് പ്രൊട്ടക്ഷൻ ആണ്. അതായത് ഈ ഭാഗത്തേക്ക് വരുന്ന റോഡുകളിൽ സിഗ്സാഗ് രീതി സ്വീകരിക്കുക എന്നതാണ്. അതായത് കോൺക്രീറ്റിന്റെയോ അല്ലെങ്കിൽ ഇരുമ്പ് ദണ്ടുകളോ ഉപയോഗിച്ചുകൊണ്ട് റോഡിന് ക്രോസുകൾ സ്ഥാപിക്കുക എന്നതാണ്. നേരെയുള്ള റോഡിൽ പെട്ടെന്ന് വാഹനങ്ങൾ ഓടിച്ചു വരാൻ സാധിക്കും. കവചിത വാഹനങ്ങൾ, അതുപോലെ തന്നെ ടാങ്കുകൾ തുടങ്ങിയ സൈനിക ഉപകരണങ്ങൾ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കും. ഇതുപോലെ റോഡുകളെ ക്രോസ് സംവിധാനത്തിലേക്ക് എത്തിക്കുമ്പോൾ അവിടെയെല്ലാം ബ്രേക്ക് ചെയ്ത് സാവധാനമേ അവർക്ക് ഈ രംഗത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ ആ വാഹനങ്ങളെ എല്ലാം ആക്രമിക്കാൻ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന് സാധിക്കുമെന്നതാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. മൂന്നാമത്തെ കാര്യം, വലിയ വേലിക്കെട്ടുകൾ സ്ഥാപിക്കുകയാണ്. മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഇലക്ട്രോണിക് സംവിധാനമുള്ള, എന്ന് പറഞ്ഞാൽ അതിലൂടെ ഏതെങ്കിലും ഡെൽറ്റ ഫോഴ്സ് സൈനികർ കടക്കുകയാണെങ്കിൽ ആ കടക്കുന്ന വിവരം ഉടനെ തന്നെ IRGCയുടെ ഭാഗത്ത് വിവരം ലഭിക്കുകയും പെട്ടെന്ന് അവരെ നശിപ്പിക്കുവാനും അവർക്കെതിരെ ആക്രമണം നടത്താനും റവല്യൂഷണറി ഗാർഡിന് സാധിക്കുമെന്നതാണ് വേലിക്കെട്ടുകൊണ്ട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തേത്, സമ്പുഷ്ടീകരിച്ച യുറേനിയം നിൽക്കുന്ന ടണലുകൾക്കുള്ളിൽ സ്റ്റീൽ പാളികൾ അതുപോലെ തന്നെ കോൺക്രീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് സ്ഥാപിക്കുക എന്നതാണ്. ഇനി ഉള്ളിലേക്ക് കടന്നാൽ പോലും ടണലിലേക്ക് പെട്ടെന്ന് കടക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചാൽ പോലും അവകൾക്കെല്ലാം പ്രതിരോധം സൃഷ്ടിക്കാൻ ശക്തമായ രൂപത്തിലുള്ള സ്റ്റീൽ പാളികളും ഇവിടെ നിർമ്മിക്കുകയാണ്. ഇതിലൂടെയും ആക്രമണങ്ങളെ പെട്ടെന്ന് നടത്താൻ സാധിക്കാതെ വരും എന്നതാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. അതുപോലെ തന്നെ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതലായി ഏർപ്പെടുത്തുകയാണ്. ഒന്നാമത്തേത്, തെർമൽ ഇമേജിംഗ് സംവിധാനങ്ങൾ. അതായത് രാത്രി കാലങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഫോഴ്സുകൾ, കമാൻഡോകൾ അല്ലെങ്കിൽ ഡെൽറ്റ ഫോഴ്സ് തുടങ്ങിയ സ്പെഷ്യൽ ഫോഴ്സുകൾ കടന്നു വരുമ്പോൾ അവരെ പെട്ടെന്ന് മനസ്സിലാക്കാനും നിരീക്ഷിക്കാനും സാധിക്കുന്നു എന്നതാണ്. ഇതിലൂടെ എല്ലാം അവരെ പെട്ടെന്ന് വളയാനും ആക്രമിക്കാനും ഇറാന്റെ സൈന്യത്തിന് കഴിയും. നമുക്കറിയാം, പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ആക്രമണത്തിൽ തന്നെ ശക്തമായ രൂപത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവരെ വളയുകയായിരുന്നു. ആ വളയുന്നതോടെയാണ് മിലിറ്ററി ഉപകരണങ്ങൾ പോലും ഉപേക്ഷിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം അവിടുന്ന് സ്ഥലം വിട്ടത്. എന്നാൽ അത്തരത്തിലുള്ള പെട്ടെന്നുള്ള ഒരു കടന്നുവരവ്
ഇല്ലാതാക്കുന്നതിലൂടെ ഇറാന്റെ സൈനികർക്ക് അവരെ ശക്തമായി പോസിറ്റീവായി നേരിടാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ ഇറാന് മുന്നിലുള്ളത്. ഇത് ഒരുപക്ഷെ അമേരിക്കക്കും ഇസ്രായേലിനും വലിയ വെല്ലുവിളിയാകും. കാരണം ഇസ്രായേലിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അതവിടുന്ന് മാറ്റണം എന്നതാണ്. കാരണം ആണവായുധം എന്നതാണ് ഇസ്രായേലിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയില്ല ഈ എൻറിച്ച് യുറേനിയം അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോയാൽ. അതുകൊണ്ട് അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന നൽകുന്നത്. പക്ഷെ അത് ഒരിക്കലും സാധിക്കാത്ത രീതിയിലുള്ള വലിയ വെല്ലുവിളികൾ തന്നെയാണ് ഇറാനും ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.